ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ആന കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ആന ഇറങ്ങി ഒരുപാട് സംഭവങ്ങളൊക്കെ തകർത്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2-3 ദിവസത്തിന് മുൻപ് പാലക്കാട് മുണ്ടൂരില് വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള അലൻ ജോസഫ് എന്നൊരു പയ്യനെ ആന കുത്തിക്കൊന്നു. അലനും അലന്റെ അമ്മയും കൂടി വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പൊ ആ പോകുന്ന വഴിയാണെങ്കിൽ അത്യാവശ്യം ഇരുട്ടുള്ളതായിരുന്നു, സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വെറും മൊബൈലിന്റെ ഒരു ഫ്ലാഷ് ലൈറ്റിന്റെ ആ ഒരു വെട്ടത്തിൽ മാത്രമാണ് അവർ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്നാണ് ആനയുടെ ആ അറ്റാക്ക് ഉണ്ടായത്. ആന വന്നതും പോയതും നിന്നതും ഒന്നും കണ്ടില്ല. അങ്ങനെ ആന ഇവർക്ക് നേരെ വന്ന് അറ്റാക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ഈ ആന അലന്റെ നെഞ്ചിലാണ് കൊമ്പ് കൊണ്ട് കുത്തിയത്. വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു മരണമായിരുന്നു അത്. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ആ പയ്യൻ മരിച്ചു. ഈ മരിച്ച ആ പയ്യൻ എന്ന് പറയുന്നത് ഡയമണ്ട് കപ്പിൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിലെ ആൻമരിയ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. ആൻമരിയയുടെ ബ്രദർ ആണ് മരിച്ചത്. ഒരു 500K മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണത്. ശരിക്കും ആ പെണ്ണ് ആ പയ്യനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ കരച്ചിലൊന്നും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അത്രയും ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അതുപോലെ തന്നെ ഈ അമ്മയ്ക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. തോളലിലും ചെവിക്കും ഒക്കെ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. മകനെ മെഡിക്കൽ കോളേജിൽ കാണാൻ വേണ്ടിയിട്ട്, ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ആംബുലൻസ് സ്ട്രെച്ചറിലാണ് വന്നത്. ശരിക്കും ആ അമ്മയുടെയും പെങ്ങളുടെയൊക്കെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യരായിട്ടുള്ള ആർക്കും കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ആ ഒരു തരത്തിലുള്ള രംഗമായിരുന്നു അവിടെ നടന്നത്. എന്തായാലും ഈ ഒരു സംഭവം നടന്നിട്ട് 2-3 ദിവസമായി. എന്തായാലും ഈ ആൻമരിയ യൂട്യൂബ് ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ അനുജനെയും കെട്ടിപ്പിടിക്കുന്ന ഒരു പോസ്റ്റാണ് ഇട്ടിരുന്നത്. ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഞങ്ങളുടെ പ്രിയ സഹോദരൻ അലൻ ജോസഫ് കാട്ടാന ആക്രമണത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് അഖിൽ രാമചന്ദ്രൻ എന്നും ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്. അഖിൽ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ഈ ഡയമണ്ട് കപ്പിളിന്റെ ആൻമരിയയുടെ ഹസ്ബൻഡ് ആണ്. ഇവരുടെ ഈ ചാനലിനകത്ത് ഫാമിലി വ്ലോഗും കപ്പിൾ വ്ലോഗ്സും ഒക്കെയാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ തന്നെ ഇവരുടെ ആ ഒരു സാഹചര്യം, വീടും ചുറ്റുപാടും ഒക്കെ പറ്റി പറയുന്നുണ്ടായിരുന്നു. 1-2 കൊല്ലം മുമ്പുള്ള വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് കൃത്യമായി ഈ ഒരു പെണ്ണ് ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാം. രാത്രി ആന വരും. വന്യജീവികളൊക്കെ വരും സ്ഥലം. അതുകൊണ്ടാണ് ആന. അപ്പൊ കണ്ടില്ലേ, ആ ഒരു വീഡിയോയില് അവിടെ ആനപ്പിണ്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. കാര്യം ആനപ്പിണ്ടം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആന അതുവഴി വരുന്നു പോകുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാര്യം ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു വീഡിയോ എടുത്തപ്പോൾ ആൻമരിയ വിചാരിച്ചു കാണില്ല ആ ഒരു വഴിയിൽ വെച്ചായിരിക്കും തന്റെ അനുജൻ ഈ കാട്ടാന ആക്രമണത്തിൽ മരിക്കേണ്ടി വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, വല്ലാത്തൊരവസ്ഥയാണ്. എന്തായാലും അവരുടെ വീടും ചുറ്റുപാടും ഒന്ന് കാണിക്കാം. ആനയുടെ വീട്ടിലെത്തി നമ്മൾ. ഇതാണ് ആനയുടെ വീട്. അപ്പോഴേക്ക് മഴ വന്നു. അപ്പോഴേക്ക് മഴ വന്നടി. അതൊക്കെ നല്ല പച്ചപ്പായിട്ടാനോ നോക്ക്, ഫുൾ പച്ചപ്പായിട്ടുണ്ട്. അവിടെ സൗണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കേൾക്കാൻ പറ്റും. വെള്ളം ചാടുന്നുണ്ട് അല്ലേ? അത് ബോർഡർ കഴിഞ്ഞ പിന്നെ അപ്പുറത്തേക്ക് വാട്ടർഫാൾസ് ആണ്. കണ്ടില്ലേ, ഒരു കാടിന് സമാനമായ അല്ല, അതൊരു കാട് തന്നെയാണ്. ആ ഒരു രീതിയിലാണ് ആ വീടും ആ ഒരു ചുറ്റുപാടും. അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് ആ പയ്യനെ ആന ആക്രമിക്കുന്നത്. ഭക്ഷണമൊന്നും കിട്ടാതാവുമ്പോഴാണ് കാട്ടിൽ നിന്നും ആന പുറത്തേക്ക് ഇറങ്ങുന്നത്. കാര്യം അതിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അത് വിശന്നിട്ട് ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇറങ്ങി വരുന്നത്. അങ്ങനെ അവർക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ ഈ നാട്ടില് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവരുടെ ഒരു അനാസ്ഥ ഈ ഒരു കേസിൽ 100% ഉണ്ടെന്നാണ് പറയാം. കാരണം പ്രോപ്പർ ആയിട്ട് ഒരു ഇൻഫർമേഷനോ കാര്യങ്ങളോ ഒന്നും ഇവര് പാസ് ചെയ്തിട്ടില്ല. ആന ഇറങ്ങുന്ന കാര്യമൊക്കെ മുൻകൂറായിട്ടൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ രാത്രിയിൽ ഈ പയ്യന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു. ഇനി ആൻമരിയ മറ്റൊരു കാര്യം കൂടി ഈ വ്ലോഗിൽ പറയുന്നുണ്ട്, അതും കൂടെ കേട്ടോ. പക്ഷെ റിസർവ്ഡ് ഫോറസ്റ്റ് ഒന്നും അല്ല, പക്ഷെ ഫോറസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ടാണ് ഇവിടെ
ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ് കേട്ടോ. ഈ ഞങ്ങൾ നടന്നു വന്ന വഴിയിൽ ഇവിടുന്ന് അങ്ങോട്ട് വീടും പിന്നെ ചുറ്റുള്ളതൊക്കെ ഞങ്ങളുടെ സ്ഥലമാണ്. പക്ഷെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റുകാരുമായിട്ട്. നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയതാണ് കേസിൽ. പിന്നെ അവരതിന് വീണ്ടും അപ്പീലൊക്കെ പോയി ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ സ്ഥലം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് കാട് വെട്ടാനോ, എല്ലാരും ചോദിക്കാം എന്താ വീട് ശരിയാക്കാത്ത, നിങ്ങൾ ഇത്രയില്ലേ, നിങ്ങൾക്ക് സഹായിച്ചുകൂടെ, വീട് ശരിയാക്കാത്ത എന്താ ഒന്നും ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ എന്തെങ്കിലും പറ്റിയാൽ തന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഫോറസ്റ്റുകാരുടെ പെർമിഷൻ വേണം. അതുകൊണ്ടാണ് വീട് തന്നെ പ്രളയത്തിന്റെ സമയത്ത് മരം വീണിട്ട് ഫ്രണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ മരം എടുത്തു മാറ്റാൻ വരെ ഒരാഴ്ച എടുത്തു. കാരണം അവരുടെ പെർമിഷൻ ചോദിച്ച് അവരത് സാങ്ഷൻ ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ മരം വരെ എടുത്തു മാറ്റി. പിന്നെ നമ്മൾ വീണ്ടും പൊട്ടിയ ഭാഗമൊക്കെ കെട്ടി. എല്ലാവരും ഈ ഭൂമി തതികൾ പട്ടിയൊട്ട് പുല്ല് തിന്നത്തുമില്ല, തിന്നുന്നവരെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. അതാണ് ഈ ഫോറസ്റ്റുകാരുടെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് ഉപകാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരെ കൊണ്ട് മനുഷ്യർക്കും ഗുണമില്ല, മൃഗങ്ങൾക്കും ഗുണമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ്? പിരിച്ചു വിട്ടേക്കണം, അതല്ലേ നല്ലത്. ഇവർക്കൊക്കെ പിന്നെ എന്തിനാ ശമ്പളം കൊടുക്കുന്നത്? എന്തായാലും ഈ മരണപ്പെട്ട അലന്റെ വീഡിയോ കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ വ്ലോഗിനകത്ത് വന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു അലൻകുട്ട, ഹാപ്പി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടാണ് അവർ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാശില്ലാത്തതിന്റെ പേരിൽ ഹയർ സ്റ്റഡീസ് ഒക്കെ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു പയ്യനാണിത്. ആ വീടിന്റെ ഒരു പ്രതീക്ഷ, ആ വീടിന്റെ ഒരു അത്താണിയാണ് ഇപ്പൊ ഇല്ലാണ്ടായത്. പോയപ്പോ ആർക്ക് പോയി? ആ കുടുംബത്തിന് പോയി. എന്തായാലും ഈ ഒരു സംഭവം എങ്ങനെയാണ് നടന്നതെന്ന് ന്യൂസിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൂടി ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. രാത്രി 7:30നും 8:00നും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത്. സഹോദരിയുടെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു അലനും അമ്മ വിജിയും. വരുന്നതിനിടെ അടുത്തുള്ള കടയിൽ കയറി വീട്ടിലേക്ക് ആവശ്യമായ പാൽ ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാധനങ്ങളും വാങ്ങി. ഈ സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, വൈദ്യുതി ബന്ധം ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തീർത്തും ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടാന മുന്നിൽപ്പെട്ടത് ഇവർ രണ്ടുപേരും കാണുകയും ഉണ്ടായില്ല. ആദ്യം കാട്ടാന ആക്രമിക്കാൻ അടുത്തത് അമ്മ വിജയാണ്. അപ്പോൾ അമ്മയെ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് ഈ അലന്റെ നേരെ ആക്രമണം ഉണ്ടായത്. ഈ കൊമ്പുകൊണ്ട് അലന്റെ ഇടത് നെഞ്ചിലേക്ക് ആഴത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. നെഞ്ചിനേറ്റ പരിക്കാണ് അപകട കാരണമായത്. അമിത രക്തസ്രാവം ഉണ്ടായി. അമ്മ കയ്യിലുള്ള ഫോൺ വെച്ച് സഹോദരി, അതായത് മകളെ വിളിക്കുന്നു. മകൾ തൊട്ടടുത്തുള്ള വീട്ടുകാരെ വിളിക്കുന്നു. അവരാദ്യം വിചാരിച്ചത് വീട്ടിനകത്താണ് ആക്രമണം ഉണ്ടായതെന്നാണ്. അവിടേക്ക് പോയി നോക്കുന്നു, അവിടെ കണ്ടില്ല. പിന്നീട് ആളുകളേറെ പേടിച്ച് കുറെ സമയമെടുത്താണ് ഇവിടേക്ക് വന്ന് നോക്കുന്നത്. അപ്പോഴാണ് അമ്മയെയും മകനെയും കാണുന്നത്. അലൻ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും അലന്റെ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. ഈ കാട്ടാന ആക്രമിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ അങ്ങോട്ട് എത്താനായിട്ട്, ആളുകൾ അങ്ങോട്ട് എത്താനായിട്ടൊന്നും മടിക്കും. ഒരു ആക്സിഡന്റ് നടന്ന് ആൾക്കാരെ രക്ഷിക്കാൻ ചെല്ലുന്ന പോലെ അല്ല ഇത്. കാരണം കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആന അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ദേഷ്യം പ്രഷറിൽ ആന ബാക്കിയുള്ളവരെയും കൂടെ കൊല്ലും. അങ്ങനത്തെ ഒരു സംഭവമാണിത്. ആ ഒരു പേടി എല്ലാവർക്കും ഉണ്ട്. കാരണം എല്ലാവർക്കും ജീവനിൽ കൊതിയുണ്ടല്ലോ. ജീവനിൽ കൊതിയുള്ള ഒരാൾക്കാരും അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകത്തുമില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഇപ്പൊ ഇവിടെ അറിയാൻ സാധിക്കുന്നത് 3 കാട്ടാനകൾ അവിടെ ഈ ഒരു ടൈമിലൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അതുങ്ങളെ എങ്ങോട്ടെങ്കിലും മാറ്റാനുള്ള ഒരു സംഭവവും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാർ ചെയ്തിട്ടില്ല. ഈ പയ്യന്റെ വീട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കുറച്ച് താമസിച്ചോ അല്ലെങ്കിൽ കുറച്ച് നേരത്തെയോ വന്നിരുന്നെങ്കിൽ ഈ ഒരു സംഭവം നടക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാരോ ആരും തന്നെ ഇതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പും കൊടുത്തിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു മരണത്തെ തുടർന്ന് ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാരോട് ഈ പാർട്ടികളും ഒക്കെ ഭയങ്കര ഒരു മാർച്ച് തന്നെ നടത്തുകയുണ്ടായി. ഈ പയ്യന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് വരെ നാട്ടുകാർ തടഞ്ഞു, കുടുംബക്കാരും തടഞ്ഞു. അതിന് കാരണമുണ്ട്. അപ്പൊ അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഫോറസ്റ്റുകാരെ എന്തെങ്കിലും ഇവർക്കൊരു സഹായമായിട്ട് പ്രഖ്യാപിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇത് അവർ കൊടുക്കത്തില്ല. അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇത് വളരെ ഡിലേ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു പോസ്റ്റ്മോർട്ടം തടഞ്ഞതിന്റെ പേരിൽ 5 ലക്ഷം രൂപ ഈ ഫാമിലിക്ക് നഷ്ടപരിഹാരം, 1 ലക്ഷം രൂപ ഈ പയ്യന്റെ അമ്മയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടും റിലീസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവന്മാർ കൊടുക്കത്തില്ല. അത് ഈ നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ ഇത് പ്രതിഷേധിച്ചത്. ഈ സ്ഥലത്തെ MLA പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുക, ഞങ്ങൾ എന്ത് ചെയ്യാനാ, ആനകൾ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് ഈ പുള്ളി പറയുന്നത്. പിന്നെന്തിനാണോ ഇവിടെ ആ MLA ആയിട്ട് ആണെന്നും പറഞ്ഞ ആ പുള്ളിക്കാരൻ നിൽക്കുന്നത്? എന്നാ പിന്നെ കാടൊന്നും അല്ലാത്ത വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി പുള്ളിക്ക് MLA ആയിട്ട് നിന്നാ പോരെ. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ആനയുടെ അറ്റാക്ക് ഉണ്ടായി എന്നതിനുള്ള വിശദീകരണം തേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വിശദീകരണം തേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം അവിടെ വെച്ച് തീർന്നു എന്നാണ്. എന്ത് സംഭവം നടന്നാലും വിശദീകരണം തേടും. അപ്പൊ 2 ഭാഗത്തു നിന്നാണ് വിശദീകരണം തേടുന്നത്. DFOയുടെ ഭാഗത്തു നിന്നും കളക്ടറുടെ ഭാഗത്തു നിന്നുമാണ് വിശദീകരണം തേടിയത്. DFO പറയുന്നത് മുന്നറിയിപ്പ് ഞങ്ങൾ കൊടുത്തു, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും വന്നിട്ടില്ല. കളക്ടർ പറയുന്നത് മുന്നറിയിപ്പും കൊടുത്തിട്ടില്ല, ഒരു മണ്ണാങ്കട്ടയും കൊടുത്തിട്ടില്ലെന്ന്. ഈ ഒരു കാരണം ഉണ്ടായത് കംപ്ലീറ്റ് ഉത്തരവാദിത്വവും ഈ ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്നാണെന്നാണ് പറയുന്നത്. എന്തായാലും 2 തരത്തിലുള്ള
വിശദീകരണമാണ് മന്ത്രിക്ക് കിട്ടിയിരിക്കുന്നത്. അതിനി എന്ത് നടപടിയാണ് മന്ത്രി എടുക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും ഇവർക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കും. എന്നാലും ഇതിനകത്ത് കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ഏത് ഒരു ഇച്ചിരിയെങ്കിലും ബോധമുള്ളവന്മാര് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന കാര്യങ്ങൾ. കാരണം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പറയുന്ന മൃഗങ്ങളെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞെന്നുള്ള ഒരു സൂചനയെങ്കിലും കിട്ടുമ്പോഴത്തേക്കും അതിനെ എങ്ങനെയെങ്കിലും കാട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കാനുള്ള കാര്യങ്ങൾ നോക്കും. അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തുക. അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിന് ശേഷം, എന്തെങ്കിലും അപകടം ഉണ്ടായതിനു ശേഷം MLA വന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല, ഞങ്ങളുടെ കയ്യിൽ അതിന് വേണ്ട ആളുകളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവര് 100 റീസൺസ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഫണ്ടും ഉണ്ട്, ആളുകളും ഉണ്ട്. മനുഷ്യന്മാരെ സേവിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ ഫണ്ടില്ല, ആളില്ല. ഇത്തരത്തിലുള്ള മുടന്തൻ ന്യായങ്ങളാണ് പറയുന്നത്. ഇത്തരത്തിൽ 100 അലന്മാർ ഇവിടെ വീണാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകില്ല. ഇതിങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.